മമ്മൂക്കയെ മറ്റൊരു ഷെയ്ഡിൽ കണ്ടു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വിനായകൻ ചേട്ടനെയും. പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടർ വളരെ നല്ല രീതിയിലാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിനായകൻ ചേട്ടനിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ചേട്ടൻ്റെ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പം സിഗരറ്റ് സീനൊക്കെ മമ്മൂക്ക സ്വന്തമായി ഏറ്റെടുത്ത പോലെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്? ഒരുപാടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് കഥ പറഞ്ഞ അദ്ദേഹം ആദ്യമേ തന്നെ അദ്ദേഹം എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ. അപ്പൊ ആദ്യം ചോദിച്ചത് പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലിയെ പറ്റിയാണ്. സിനിമയിൽ അധികം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതേ ഇല്ല. ഫാമിലി ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്, അവരുമായിട്ട് അദ്ദേഹം ത്രൂ ഔട്ട് അദ്ദേഹം ഒരു ക്യാരക്ടർ പഠിച്ചാണ് പോകുന്നത്. പക്ഷെ ഫാമിലിയിൽ അങ്ങനെ തന്നെയാണോ അതോ എങ്ങനെയാണ് അതിന്റെ ഒരു സ്വഭാവം എന്താണ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ആദ്യം അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന ചില പ്രധാനപ്പെട്ട സംഗതികൾ. പിന്നെ ത്രൂ ഔട്ട് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിലിംഗിൽ ഓരോ ഡയലോഗിൽ പോലും അദ്ദേഹം കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. പിന്നെ ആദ്യം സെറ്റ് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അദ്ദേഹം ആ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കി ഒരുപാട് ഇമോഷൻസ് സപ്രസ് ചെയ്ത് വേറെ രീതിയിലാണ് ഇത് ഇമോട്ട് ചെയ്യുന്നത്. നമ്മൾ സിനിമാറ്റിക്കലി നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനത്തിനെ അദ്ദേഹം ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ പല തരത്തിലുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് അദ്ദേഹം ചേഞ്ചസ് കൊണ്ടുവരാനും നോക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിലർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് കണ്ണാടിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു രീതി, പിന്നെ കൈ പ്ലേസ് ചെയ്തിരിക്കുന്ന സാധനം ഓരോ ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ ഒരാൾ പറയുന്നത് കള്ളമാണെന്ന് ഇദ്ദേഹത്തിനും പറയുന്ന ആൾക്കും ബോധ്യമുള്ള മൊമെന്റ്സിൽ അദ്ദേഹം സംസാരിക്കുന്ന ഒരു രീതി. ഓരോ സീനിന് മുമ്പും വന്നിട്ട് ഇരുന്ന് അതിന്റെ ഒരു കൊറിയോഗ്രാഫി പരിപാടി എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ഡിസ്കഷൻ കൃത്യമായിട്ട് അദ്ദേഹം നടത്തുമായിരുന്നു. അത് കണ്ട് നമുക്ക് സീൻ എക്സിക്യൂഷനിൽ ഭയങ്കരമായിട്ട് ഗുണം കിട്ടിയത്.